സംവരണ വിഭാഗങ്ങളെ സംബന്ധിച്ച് വളരെ നിർണായകമായ വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്നും ഇന്നുണ്ടായിരിക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കിടയിൽ ഉപസംവരണം ഇപ്പോൾ സുപ്രീം കോടതി ഭരണഘടനാ ബെഞ്ച് അംഗീകരിച്ചിരിക്കുകയാണ്. ഇതിലെ വിശദമായ കാര്യങ്ങളാണ് അഡ്വക്കേറ്റ് ശ്രീറാം പറക്കാടുമായി സംസാരിച്ചിരിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വിധിയുടെ പ്രത്യേകത എന്താണ്? ഈ ക്രീമി ലെയറിലുള്ളവർക്ക് സംവരണത്തിൻ്റെ ആനുകൂല്യങ്ങൾ കൊടുക്കാതിരിക്കുക എന്നുള്ളത് OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. ഇന്നത്തെ വിധിക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ ഈ ക്രീമി ലെയറിലുള്ളവരെ ഒഴിവാക്കുക എന്ന് പറയുന്നത് OBC വിഭാഗത്തിൽപ്പെട്ടവർക്ക് വേണ്ടി മാത്രമുള്ള ഒരു കാര്യമായിരുന്നു. ഇന്നത്തെ വിധിക്ക് ശേഷം ഇത് SC/ST വിഭാഗത്തിൽപ്പെട്ടവർക്കും കൂടെ ക്രീമി ലെയർ എന്നുള്ള പ്രക്രിയയും ക്രീമി ലെയർ എന്താണെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള പ്രോസസ്സും എല്ലാം SC/STക്കും കൂടെ ഉണ്ടാവുകയാണ് സംഭവിക്കുന്നത്. ഈ SC/ST വിഭാഗത്തിന് ക്രീമി ലെയർ പ്രക്രിയ വേണമോ എന്ന ചോദ്യം EV ചിന്നയ്യ എന്ന കേസിൽ 2014-ലും 2020 ജർണൈൽ സിംഗ് എന്ന കേസിലും ചോദ്യചിഹ്നമായി വന്നപ്പോഴാണ് ഇത് 7-അംഗ ബെഞ്ചിലേക്ക് റെഫർ ചെയ്തത്. 7-അംഗ ബെഞ്ചാണ് ഇപ്പോൾ വളരെ കൺക്ലൂസീവ്ലി ഉത്തരം പറഞ്ഞിരിക്കുന്നത്. അതായത് SC/ST വിഭാഗത്തിനും ക്രീമി ലെയർ എന്ന് പറയുന്ന സംഭവം ബാധകമാണ്. ആ ഒരു പ്രക്രിയ തന്നെ ചെയ്ത് ആരൊക്കെ ബാക്ക്വേർഡ്നെസ്സിൽ നിൽക്കുന്നില്ല, ആർക്കെല്ലാം റെപ്രസെൻറ്റേഷൻ ഇല്ലായ്മ ഇപ്പോഴുമില്ല എന്ന് ഓരോരോ സംസ്ഥാനങ്ങളും കണ്ടുപിടിക്കുകയും അതിൻ്റെ മുകളിലുള്ള റിസർച്ചുകൾ നടത്തുകയും ചെയ്തതിന് ശേഷം ഒരു പോളിസി, ക്രീമി ലെയർ പോളിസി സൃഷ്ടിക്കണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതിനകത്ത് പ്രധാനമായും നമ്മൾ സംവരണത്തിന് നോക്കിക്കഴിയുമ്പോൾ എക്കണോമിക്കലി, എഡ്യൂക്കേഷണലി, സോഷ്യലി ഇങ്ങനെ ഒരു 3 ആയിട്ട് തിരിച്ചാണല്ലോ ഇതിൻ്റെ ഒരു പരിഗണന എടുക്കുന്നത്. അപ്പോൾ സോഷ്യലായിട്ടുള്ള ഒരു ബാക്ക്വേർഡ്നെസ്, ഒരു പിന്നോക്കാവസ്ഥ ദളിത് വിഭാഗത്തിന് എപ്പോഴും ഉണ്ട്. അപ്പോൾ ഒരു ഉപസംവരണം അതിൻ്റെ അകത്ത് അങ്ങനെ ഒരു ആവശ്യമുണ്ടോ എന്ന ചോദ്യത്തിന് സുപ്രീം കോടതി ഉണ്ട് എന്ന് ഉത്തരം പറഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഈ ക്ലാസിഫിക്കേഷൻ നടത്തുന്നത് എങ്ങനെയെന്നുള്ളത് വളരെ പ്രധാനമാണ്. ഈ ക്ലാസിഫിക്കേഷന് വേണ്ടിയിട്ട് നാഗരാജ് എന്ന 2006 സുപ്രീം കോടതി വിധിന്യായം അനുസരിച്ച് തന്നെ അതിലെ 2 കാര്യങ്ങളാണ്. എത്രത്തോളം ബാക്ക്വേർഡായി തുടരുന്നു ഈ വിഭാഗം, ഈ കമ്മ്യൂണിറ്റി. ബാക്ക്വേർഡ്നെസ് നമ്മൾ നോക്കുകയാണ് ചരിത്രപരമായിട്ട് പലപ്പോഴും മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. ഒരു കമ്മ്യൂണിറ്റി തന്നെ ഇന്ന് ബാക്ക്വേർഡ് ആണെങ്കിൽ നാളെ ചിലപ്പോൾ അത്രയും ബാക്ക്വേർഡ് ആയിക്കൊള്ളണമെന്നില്ല. അപ്പോൾ അത് പീരിയോഡിക് ആയിട്ടുള്ള സർവേകൾ അനുസരിച്ചിട്ട് ബാക്ക്വേർഡ്നെസ്സും ഈ റെപ്രസെൻറ്റേഷൻ ഇല്ലായ്മയും, എത്രത്തോളം എഫിഷ്യൻസി ഓഫ് റെപ്രസെൻറ്റേഷൻ ഇല്ലാത്ത കമ്മ്യൂണിറ്റികൾ ഏതൊക്കെയാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുകയും അതിലെ പോളിസി, അതിലിപ്പോൾ ഒരു തവണ റിസർവേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ അടുത്ത തവണ നമുക്ക് ലഭ്യമാവില്ല എന്നൊക്കെയാണ് OBCയുടെ കാര്യത്തിലുള്ള പോളിസി എങ്കിൽ, അത്തരമൊരു പോളിസി അല്ലാതെ ഒരു എത്രത്തോളം സോഷ്യൽ ബാക്ക്വേർഡ്നെസ് ഷെഡ്യൂൾ കാസ്റ്റിനും ഷെഡ്യൂൾ ട്രൈബ്സിനും ഉണ്ടെന്നുള്ളത്, അത് എത്ര തലമുറകൾ നിലനിൽക്കുമെന്നുള്ളതും സോഷ്യോളജിക്കലി മനസ്സിലാക്കിക്കൊണ്ടുള്ളൊരു പോളിസി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് തീർച്ചയായിട്ടും അത് ഒരു റിസർവേഷൻ്റെ മാനദണ്ഡങ്ങൾക്ക് വളരെയധികം കൂടുതൽ അർത്ഥം കൊടുക്കുന്ന ഒരു വിധിന്യായമാവാനാണ് സാധ്യത. അതിനകത്തൊരു കാര്യം പറയുന്നത്, ഇപ്പോൾ ജസ്റ്റിസ് മിത്തൽ ഉൾപ്പെടെയുള്ളവർ ഇതിനകത്ത് പറയുന്നുണ്ട്, ഒരു ആദ്യ തലമുറയുണ്ടല്ലോ, അവർക്ക് ഒരു സംവരണത്തിൻ്റെ ആനുകൂല്യം വന്ന ആൾക്കാരാണ്. അടുത്തൊരു തലമുറയ്ക്ക് അത് വേണ്ട എന്ന രീതിയിലൊരു ചർച്ച വരുന്നുണ്ട്. അതിനകത്ത് ജസ്റ്റിസ് ഗവായി ചൂണ്ടിക്കാട്ടിച്ചിരിക്കുന്നത്, തമ്മിൽ മത്സരിക്കുമ്പോൾ എപ്പോഴും ഒരു സംവരണം വിഭാഗം ജോലി കിട്ടിയ ഒരാളും അത് ഒരു ആനുകൂല്യവും ജീവിതത്തിൽ ലഭിക്കാത്ത ഒരാളെ, രണ്ടുപേരുടെയും കുട്ടികളെ ഒരേ രീതിയിൽ പരിഗണിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ കാലാകാലങ്ങളായി നമ്മളിത് പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കുന്നത്, ഈ ഏത് വിഭാഗത്തിൽ ഇത്തരത്തിൽ ക്രിമിലെയർ വരുന്നു ആ വിഭാഗത്തിൻ്റെ ശക്തി കുറയുന്നു എന്നാണ് ഇപ്പോൾ പ്രത്യേകിച്ച് എടുത്ത് പറയാൻ കാരണം. ഇപ്പോൾ OBC വിഭാഗത്തിലെ ചിന്തകനായ സുദേശം ലഘു അടക്കമുള്ളവർ ചൂണ്ടിക്കാട്ടുന്നത്, ഈ OBC വിഭാഗത്തിൽ ക്രിമിലെയർ വന്നപ്പോഴാണ് അവരുടെ ഒരു വിലപേശൽ ശക്തി കുറഞ്ഞു പോകുന്നതും അവസരങ്ങൾ ഇല്ലാതായതും. ഇതൊരു ദളിത് വിഭാഗത്തിനെ പോലും SC/ST വിഭാഗത്തിനെ പോലും ഈ തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് ഉണ്ടാകുകയല്ലേ ചെയ്യാൻ പോകുന്നത്. സുപ്രീം കോടതി ഇതിൽ ബാക്ക്വേർഡ്നെസ്സിലുള്ള ആളുകൾക്ക് കൊടുക്കണ്ട എന്ന് പറയുന്നില്ല. തീർച്ചയായിട്ടും ക്രീമി ലെയർ എന്നുള്ള ഒരു പ്രൊസീജിയർ എത്രത്തോളം മനോഹരമായ രീതിയിൽ റിസർച്ച് നടത്തിയതിന് ശേഷം ചെയ്യുന്നു എന്നനുസരിച്ചിരിക്കും. അതായത് വളരെ മാത്തമാറ്റിക്കലായിട്ടുള്ള രീതിയിൽ മാത്രം ഒരു ജനറേഷന് കിട്ടിയിട്ടുണ്ട്, ഇനി അടുത്ത ജനറേഷന് കിട്ടണ്ട, അങ്ങനെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ പലപ്പോഴും കറക്റ്റ് ആയിക്കൊള്ളുന്നില്ല. പലപ്പോഴും വിധിയുടെ ഭാഗമായിട്ട് തന്നെ ഉണ്ടായ ജഡ്ജ്മെന്റിൽ ഇങ്ങനെ വരുന്നതാണ് ഒരു അപകട സൂചനയായിട്ട് തോന്നുന്നത്. അത് എൻ്റെ ഒരു വിനീതമായ അഭിപ്രായത്തിൽ അത്തരം എക്സാമ്പിളുകൾ വളരെ ധൃതി പിടിച്ച് അത്തരം ഉദാഹരണങ്ങൾ കൊടുക്കാതിരിക്കുന്നതായിരുന്നു യുക്തി. സുപ്രീം കോടതി വിധിന്യായത്തെ സ്വീകരിക്കുമ്പോൾ തന്നെ വളരെ മാത്തമാറ്റിക്കലായിട്ടും വളരെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുന്ന പോലത്തെ ഒരു സിംപ്ലിഫിക്കേഷൻ നടത്താത്തതാണ് കൂടുതലും നല്ലത്. കാരണം ഇത്തരം വിഷയങ്ങളെ സാമൂഹിക ശാസ്ത്രപരമായി പഠിക്കുകയും ആ പഠിച്ചതിന് ശേഷമുള്ള ഒരു പോളിസി വരുന്നത് തീർച്ചയായിട്ടും ഒരു ജനറേഷനോ 2 ജനറേഷനോ കൊണ്ട് റിസർവേഷൻ്റെ ആനുകൂല്യം കിട്ടിയാലും ഒരു സമൂഹമോ ഒരു വ്യക്തിയോ ഒന്നും വല്ലാതെ അതിൻ്റെ ബെനിഫിറ്റ് കൊണ്ട് ഉയരുന്നില്ല എന്നുള്ള മനസ്സിലാക്കലും അനുസരിച്ചിട്ടുള്ള പോളിസി ആണെങ്കിൽ ഈ വിധിന്യായം കൊണ്ട് ഒരുപാട് ഗുണമുണ്ടാകും. അല്ലെങ്കിൽ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ പ്രത്യേകം ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാനിപ്പോൾ ഈ കോണ്ടക്സ്റ്റിൽ നിന്ന് അടർത്തിയെടുത്ത് തന്നെ മറ്റൊരു കാര്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ, ഇപ്പോൾ 100 സിംഹാസനം എന്ന് പറയുന്ന നോവൽ വളരെയധികം എന്നെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. അതിൽ
പറയുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വാചകമുണ്ട്. അതായത് ഈ നായകൻ ചുമതലയേൽക്കാൻ വരുന്നതിൻ്റെ തലേ ദിവസം അവിടെ വലിയൊരു സിംഹാസനം പോലത്തെ ഒരു കസേരയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അദ്ദേഹം ചുമതലയേൽക്കാൻ വന്ന അന്നത്തെ ദിവസം കാണുന്നത് ഒരു ചൂരൽ കസേരയാണ്. അപ്പോൾ ഈ ഒരു IAS കാരനായാൽ പോലും ഈ സോഷ്യൽ ബാക്ക്വേർഡ്നെസ് അവനെ വല്ലാണ്ട് ബാധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്തരം വിധികളും ഇത്തരം പരാമർശങ്ങളും കൂടി വരുന്നത്. ഇത്തരമൊരു വായനയുടെ ബെനിഫിറ്റ് ഇല്ലാത്ത രീതിയിലുള്ള ഓവർ സിംപ്ലിഫിക്കേഷൻ സുപ്രീം കോടതിയുടെ വിധിന്യായങ്ങളിൽ വരാതിരിക്കട്ടെ എന്നും ആ ഓവർ സിംപ്ലിഫിക്കേഷൻ അറ്റ്ലീസ്റ്റ് ഇതുമായിട്ട് ബന്ധപ്പെട്ടുള്ള റിസർച്ചിൽ വരാതിരിക്കട്ടെ. കാരണം M. നാഗരാജന്റെ വിധിന്യായത്തിന്റെ അനുസരിച്ചിട്ടുള്ള വിധിന്യായമാണിത്. M. നാഗരാജിൽ വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ബാക്ക്വേർഡ്നെസ്സിനെ നമ്മൾ അളക്കുകയും വീണ്ടും വീണ്ടും പഠിക്കുകയും എത്രത്തോളം ബാക്ക്വേർഡ്നെസ് ഇപ്പോൾ റിമെയിൻ ചെയ്യുന്നു, എത്രത്തോളം റെപ്രസെൻറ്റേഷൻ ഇല്ലായ്മ ഇപ്പോൾ റിമെയിൻ ചെയ്യുന്നു എന്നുള്ളത് സോഷ്യോളജിക്കലി പഠിക്കണമെന്നാണ് M. നാഗരാജിൻ്റെ ജഡ്ജ്മെൻറ്റിൽ പറയുന്നത്. ആ പഠനം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നത് കൃത്യമായ ഒരു റിസർവേഷൻ പോളിസിയിലേക്ക് നമുക്ക് എത്താൻ സാധിക്കും. അല്ലാത്തപ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് ഓവർ സിംപ്ലിഫിക്കേഷനാണ്. അത് ഈ നേരത്തെ പറഞ്ഞ പോലുള്ള സാഹചര്യങ്ങളെ തീർച്ച ഒട്ടും തന്നെ മനസ്സിലാക്കാത്ത ഒരു പോളിസിയിലേക്ക് നയിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. ഈ ഓഫീസറുടെ കാര്യം എടുത്താൽ പോലും ഈ രണ്ടായിട്ട് തിരിക്കുകയും സമ്പന്നരായിട്ടുള്ളവർ ഒരു മേൽത്തട്ട് വിഭാഗത്തിലുള്ളവർക്ക് കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നതുകൊണ്ട് തങ്ങൾക്ക് ആനുകൂല്യം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് പരാതി പറയുന്നത് താഴെത്തട്ടിലുള്ള ആൾക്കാരല്ല. അതൊരു ആവശ്യമായി ഉയർന്നു വരികയാണ്. അതുപോലെ തന്നെ ഈ ദളിത് സമൂഹത്തിൽ നിന്നും ഈ തരത്തിലുള്ള ഒരു രണ്ടായി പിരിഞ്ഞു കഴിയുമ്പോൾ അവരുടെ ഒരു വിലപേശൽ ശേഷി കുറയുകയാണോ അതോ ശ്രീറാം കരുതുന്നത് ജസ്റ്റിസ് ഗവായ് പറയുന്നത് പോലെ ഇതുവരെ ഒരു അവസരം കിട്ടാത്ത ഒരു അതായത് നമ്മുടെ സംവരണത്തിൻ്റെ ഒരു പരിധിയിലും ഒരു മേച്ചിൽപ്പുറം കണ്ട് വരാത്ത അതിനപ്പുറം നിൽക്കുന്ന ഒരു അതിദരിദ്രരായ ആൾക്കാർക്ക് കൂടുതൽ ഒരു പിടിച്ചു കയറാനുള്ള ഒരു അവസരം ഉണ്ടാകുകയാണോ ചെയ്യുന്നത്? തീർച്ചയായിട്ടും അവസരം ഉണ്ടാവുക തന്നെയാണ് സംഭവിക്കേണ്ടത്. അതിന് ഞാൻ നേരത്തെ പറഞ്ഞ മാനദണ്ഡം വളരെ വളരെ ക്രൂഷ്യലാണ്. അതായത് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. കാരണം ജസ്റ്റിസ് ഗവായുടെ ജഡ്ജ്മെന്റ് ക്രീമി ലെയർ അപ്ലിക്കബിൾ ആണെന്ന് മാത്രമാണ് പറയുന്നത്. ഈ ക്രീമി ലെയർ ഏതാണെന്ന് എങ്ങനെ തീരുമാനിക്കുന്നു ഓരോ സംസ്ഥാനങ്ങളും വ്യത്യസ്തമായ രീതിയിലായിരിക്കും ഇനി തീരുമാനിക്കുക. ആ തീരുമാനങ്ങളും അതിന് പുറകെ ഉണ്ടാകുന്ന റിസർച്ചിലൊക്കെ നമ്മളെല്ലാവരും കൂടെ ഇൻവോൾവ് ആയിട്ട് അതിന് കുറേ സജഷൻസ് ഒക്കെ കൊടുക്കേണ്ടതാണെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഈ ജസ്റ്റിസ് ഗവായി പറഞ്ഞിട്ടുള്ള ഒരു കൃത്യമായ ഒരു ബെനിഫിഷ്യൽ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. ഭിന്നവിധി എങ്ങനെ കാണുന്നു? ഭിന്നവിധിയിൽ ഉള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു 2-3 പോയിന്റ്സിൽ, അതായത് ക്രീമി ലെയർ അപ്ലിക്കബിൾ ആണെന്നുള്ള പോയിന്റിൽ ഭിന്നവിധി അല്ല. എക്സെപ്റ്റ് ഫോർ ഒരു ജഡ്ജിയുടെ ബേല ത്രിവിയുടെ വിധി ഒഴിച്ച് 6 ജഡ്ജിമാരും ഒരേ സൂചികയിലാണ് ഉത്തരം പറഞ്ഞിരിക്കുന്നത്. ചെറിയ പോയിന്റ്സിൽ അവർക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. അതൊന്നും വിധിയുടെ റേഷ്യോ ഡിസിഡന്റിയെ ബാധിക്കുന്നില്ല. ഏതായാലും ഇനി സംസ്ഥാനങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് എന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ, എൻ്റെ ഒരു വിലയിരുത്തൽ അതാണ്. ഇനി വരും ദിവസങ്ങളിലായാലും തന്നെ ഒരു സംവരണത്തെ സംബന്ധിച്ച് വലിയൊരു വിവാദമാകുന്ന അല്ലെങ്കിൽ വലിയ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വിധിയാണ് 7 അംഗ ഭരണഘടനാ ബെഞ്ചിൽ നിന്നും സുപ്രീം കോടതിയിൽ നിന്നും വന്നിരിക്കുന്നത്.